ഇന്ന് സെക്കൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. ആദ്യമേ തന്നെ ഞാൻ കുറച്ച് സിനമൺ വാട്ടർ വെച്ചിട്ടുണ്ട്, അതാണ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓറഞ്ച് ചട്നി ഉണ്ടാക്കാം. ദോശയാണ് അതിന് പെയർ ചെയ്യുന്നത്. അപ്പൊ ഓറഞ്ച് ചട്നിയുടെ റെസിപ്പി വളരെ സിമ്പിൾ ആണ്. കുറച്ച് തേങ്ങ ചിരകിയതും അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ആവശ്യത്തിന് എരിവിന് മാത്രം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്താൽ നമ്മുടെ ഓറഞ്ച് ചട്നി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതോടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സിനമൺ വാട്ടർ തിളച്ച് വന്നിട്ടുണ്ട്. സിനമൺ വാട്ടർ എനിക്ക് ആവശ്യത്തിനുള്ളത് മാറ്റി വെച്ച ശേഷം ഞാൻ അതിലേക്ക് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചായ ഡെയിലി മോർണിംഗ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ഹെൽത്ത് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഓറഞ്ച് ചട്നി നല്ലപോലെ താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് താളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും നമ്മൾ ഒഴിച്ച് താളിക്കരുത്. അതായത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചട്നിയുടെ അരപ്പ് ഒരിക്കലും ചൂടാക്കി എടുക്കരുത്. ഈ അരപ്പിലോട്ട് വേണം നമ്മൾ താളിച്ചിടാനായിട്ട്. പിന്നെ നല്ല അടിപൊളി മൊരിഞ്ഞ ദോശയും നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് കഴിഞ്ഞു പോയി. അത് ദോശമാവ് ഉള്ളപ്പോഴൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും വേണ്ടല്ലോ. അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, ദോശമാവാണെങ്കിൽ നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കും, തലേ ദിവസം രാത്രി മുതലേ ആലോചിക്കാൻ തുടങ്ങും അല്ലെ. പിന്നെ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഇടാം. കുറച്ച് തക്കാളി എടുത്ത് അതിലേക്ക് ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നല്ലപോലെ വറുത്ത് അല്ലെങ്കിൽ അതൊന്ന് എടുത്ത് ചൂടാറിയ ശേഷം ഇതേപോലെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ, വെണ്ണ പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ കറി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പുളി, കോൽപ്പുളി ആണെങ്കിൽ കോൽപ്പുളി അല്ലെങ്കിൽ കൊടംപുളി ആണെങ്കിൽ അത് ചേർത്ത ശേഷം ഇതേപോലെ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. മീൻ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പിന്നെ വേറെ പണികളൊക്കെ സമാധാനത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് വേറെ പണികൾ നമ്മുടെ വീട്ടിൽ നടക്കുകയും ചെയ്യും. ഇതിനു വേണ്ടി ഇതിന്റെ പിന്നാലെ ഞാൻ നിൽക്കേ വേണ്ട. നമ്മുടെ മീൻ കറി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ആദ്യത്തെ തള വരുമ്പോൾ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ, ഈ ഒരു പരുവാവുന്നവരെ നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, വളരെ ടേസ്റ്റി ആണ് കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.